അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാ. പിന്നെ പരിഹസിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊട്ട് പരിഹസിക്കുന്നുമില്ല. ഞങ്ങൾ ആരെയും പരിഹസിക്കൂല. ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ പ്രസിഡന്റ് ആയപ്പോ മിമിക്രി ഉണ്ടാക്കിയിട്ട് അവര് CD ഉണ്ടാക്കുക. ഏത് സുലൈമാൻ മുസ്ലിയാർ? ഈ സുലൈമാൻ മുസ്ലിയാർ. അദ്ദേഹത്തിന് കിതാബ് കിട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് വിവരമുണ്ടോ എന്നറിയാൻ നിങ്ങളിൽപ്പെട്ട ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ കിതാബ് എടുത്തിട്ട് വാ, ഓതിക്കൊടുക്കാൻ സുലൈമാൻ മുസ്ലിയാർക്ക് അറിയുന്നത്. എന്തിനാണ് ഇതെല്ലാം പറഞ്ഞിട്ട് വെറുതെ ആളുകളുടെ ഇടയിൽ നിങ്ങളെ പണിയെടുത്തോളുക, ഞങ്ങളെ പണിയെടുക്കുക? ഇതല്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ അഴിബത്തരത്തിൽ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നു. സഹോദരന്മാരെ, ഇതാണോ സമത്വ കേരള ജമിയത്തുൽ ഉലമ? ഇതാണോ ആലിമീങ്ങൾ? ഇൽമിനെയും ഇൽമിന്റെ സ്ഥാപനത്തെയും മുടക്കാൻ, അതിനെ നശിപ്പിക്കാൻ, ഉലമാക്കളെ ചീത്ത പറയാൻ, ഉലമാക്കളെ നിസാനപ്പെടുത്താൻ ആളുകളെ പഠിപ്പിക്കുന്നതല്ല ഉലമാക്കളുടെ സംഘടന. മറിച്ച് എന്താണ്? അഖ്റബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത് അൻഫഉഹും ലിന്നാസ്, മനുഷ്യന്മാർക്ക് ഏറ്റവും ഗുണം ചെയ്തു കൊടുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നു, മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നത് അഖ്റബുൻ നാസി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തത് അഹ്സനുഹും അഖ്ലാഖാ, ഏറ്റവും നല്ല സ്വഭാവികളാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷാ. അല്ലാഹുവിന്റെ റസൂൽ ചീത്ത പറയുന്ന ആളായിരുന്നില്ല, ചീത്ത പറയാൻ പഠിപ്പിച്ച ആളായിരുന്നില്ല. ഏറ്റവും നല്ല സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഞങ്ങളെ ആലിമീങ്ങള്. അതിനിപ്പോ ഞങ്ങളെന്താ ചെയ്യാ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നന്നായി പഠിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല നമുക്ക് ഹക്കിനെ മനസ്സിലാക്കി ഹക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ദീനിനെ മുടക്കുന്ന, ദീനിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ഇന്ന് ലോകം